ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു താളിയോല മന്ത്രം ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്കെന്തും സാധിച്ചു തരുമെന്നുള്ളതാണ്. നമ്മളത് സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് ആ മന്ത്രം ജപിക്കുന്നതെങ്കിൽ സമ്പത്തും, പിന്നെ ഏത് കാര്യത്തിനും നമുക്കൊരു ജോലി ഉയർച്ച ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിക്കോട്ടെ, വിദേശവാസം ആയിക്കോട്ടെ, എന്ത് കാര്യവും ഏത് കാര്യമാണോ ആവശ്യപ്പെട്ട് ഈ താളിയോല മന്ത്രം ജപിച്ചാൽ ഭക്തിയോടെ വിശ്വാസത്തോടെ ചെല്ലേണ്ട ഒരു രീതിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഈ രഹസ്യ താളിയോല മന്ത്രം ജപിച്ചാൽ കൃഷ്ണൻ എന്തും സാധിച്ചു തരുമെന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളുള്ളതിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈ അത്ഭുതകരമായ താളിയോല മന്ത്രം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളിത് കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണ്ട. കാരണം നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഈ താളിയോല രഹസ്യ മന്ത്രം അറിയാൻ പറ്റത്തുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളുള്ളതിൽ അപ്പോൾ നിങ്ങളൊരു തീർച്ചയായിട്ടും ആ ഈശ്വരാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയെങ്കിൽ നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇത്തരം ദിവ്യമായ അറിവുകൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഷെയർ ചെയ്യേണ്ട. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ജന്മജന്മാന്തരമായ ഭഗവാന്റെ അനുഗ്രഹം അത് നിങ്ങൾ അനുഭവിച്ചോളുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ സാധിച്ചു തരും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പലരും പറയുന്നുണ്ട് വീഡിയോ കാണുന്നില്ല എന്ന്. ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പം നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല. ഇപ്പം ഞാൻ രാത്രി 8-നും 8:30 ഇടയ്ക്ക് ഞാൻ മിക്കവാറും വീഡിയോ ഇടും. നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ മതി, വീഡിയോ കാണും. കാരണം പലരും വീഡിയോ കാണുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. രാത്രി 8-നും 8:30 ഇടയ്ക്ക് ഏത് സമയം വേണമെങ്കിലും വീഡിയോ അപ്ലോഡ് ആകും. ആ സമയത്ത് നിങ്ങൾ ചാനലിൽ പേരടിച്ച് പ്രജീഷ് പി നായർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ചാനൽ വരും. ആ ചാനലിൽ ആ വീഡിയോസ് നോക്കണം. എന്നിട്ട് ആ വീഡിയോസിൽ ഓരോ ദിവസം ഇടുന്ന വീഡിയോ കാണും. അങ്ങനെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പറഞ്ഞു നിങ്ങൾ ആളുകൾ ചോദിക്കുന്നുകൊണ്ടാണ് പറഞ്ഞു. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഓരോ മാസങ്ങളിലും ജനിച്ചവരുടെ പ്രത്യേകതകൾ, അവരുടെ കഴിവുകൾ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ചിട്ടി ചേരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഒരു ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരാൾ പണ്ട് ഇതുപോലെ ചിട്ടി ചേരാൻ എന്നോടൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ജൂലൈയില്ല. ഞാൻ പറഞ്ഞു ഒക്ടോബർ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ജൂലൈ കഴിഞ്ഞ് ആ മാസത്തിൽ തന്നെ ഒരു ആരോഗ്യ പ്രശ്നം വന്ന് കുറച്ച് നാൾ കിടപ്പായി, കഴിഞ്ഞ സാമ്പത്തികം എല്ലാം മോശമായി. അപ്പോൾ എന്നോട് പിന്നെ ഒക്ടോബറിൽ പുള്ളി ചേർന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ കറക്റ്റായിരുന്നു. കാരണം ജൂലൈ ചേർന്നിരുന്നെങ്കിൽ ആദ്യം തന്നെ ചിട്ടി മുടങ്ങിയാണ്. അപ്പോൾ ഒക്ടോബറിൽ ചേർന്നപ്പോൾ അയാളുടെ ആരോഗ്യ പ്രശ്നമെല്ലാം കഴിഞ്ഞു. അയാൾ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി. ചിട്ടിക്കടയ്ക്കാനുള്ള സാമ്പത്തികമായി. അങ്ങനെ ചിട്ടി മുഴുവൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ ഏതൊരു തീരുമാനം എടുക്കുന്നതിനും നിങ്ങൾ ജനിച്ച മാസം അനുസരിച്ച് ആ മാസത്തിൻ്റെ ചില പ്രത്യേക കണക്കിൽ വരുന്ന മാസങ്ങളിൽ നമ്മൾ ചെയ്താൽ അത് നല്ല രീതിയിൽ വരാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ചില മാസങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ചില ജനിച്ച മാസങ്ങളെ രഹസ്യങ്ങളിലൂടെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളത് മിസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് ആവശ്യമുള്ളവർ കാണുക, അത് പ്രയോജനപ്പെടുത്തുക. ഇതൊന്നും എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ല. ഇനി വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യേണ്ട. കാരണം ഇത്ര അറിവുകൾ കിട്ടുന്നവർ അത് ഈശ്വരാനുഗ്രഹം അവരത് അനുഭവത്തിൽ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും വരത്തില്ല. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങളുടെ നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുന്നവർക്ക് എന്നാലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് കൊടുക്കുന്നത്. ഞാൻ
ഫ്രീ ആകുന്ന അനുസരിച്ച്. അപ്പോൾ എന്നാലാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞുതരും. അങ്ങനെയാണ്, ധൃതി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്, ഫ്രീ ആകാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിലാണ് ഓരോ വീഡിയോയിലും സാഹചര്യം പറയുന്നതേ ഉള്ളൂ, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഫോൺ എടുത്ത് വിളിച്ചാൽ അത് കിട്ടത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നു പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. അതും ഡേറ്റ് മുൻഗണനാക്രമത്തിലായിരിക്കും, ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഇത്രയ്ക്ക് മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി പറഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടാകും. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരിക. അപ്പോൾ മന്ത്രം ഇതാണ്, താളിയോല മന്ത്രമാണ്, രഹസ്യമായ മന്ത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളവരിൽ അപൂർവം ചിലർക്ക് മാത്രം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്കേ അത് കിട്ടത്തുള്ളൂ. മന്ത്രം ഞാൻ പറഞ്ഞു തരാം. കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഈ മന്ത്രത്തിൻ്റെ പേരാണ് ശ്രീകൃഷ്ണ സമ്മോഹന മന്ത്രം. സമ്മോഹനം എന്ന് വെച്ചാൽ വശ്യം, അതിഭയങ്കരമായ വശ്യമാണ്. സമ്മോഹനാവസ്ഥ ഒരു വല്ലാത്തൊരു അപാരമായ വശ്യമാണ്. മാത്രമല്ല ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. മന്ത്രം ഞാൻ ഒന്ന് ജപിക്കാം, പിന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടും, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഓം ക്ലീം, ക്ലീം എന്നുള്ള നീട്ടണം കേട്ടോ, അതാ എൻ്റെ രഹസ്യം. അപ്പം ഒന്നുകൂടെ പറയാം, ഒരു ക്ലീമേ ഉള്ളൂ, ഒന്നുകൂടെ പറയാം. ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ കര കമല മധുകരായ സർവജനസമ്മോഹനായ സർവവിഘ്ന വിനാശായ സർവകാരിക സാധനായ സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടത്, അതാണ് പ്രധാനം. ഇതെങ്ങനെ ജപിക്കണം? നിങ്ങൾ ഇത് ശ്വാസത്തെ ചേർത്ത് മനസ്സ് ജപിച്ചാൽ മതി. നമ്മുടെ ചെറിയ ശ്വാസമില്ല എടുക്കുമ്പോൾ, ആ ശ്വാസത്തെ മനസ്സുകൊണ്ട് ചേർത്ത് മനസ്സ് ജപിച്ചാൽ മതി. ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സ് ജപിച്ചാൽ മതി. ശ്വാസം പിടിച്ചു വെക്കുക ഒന്നും വേണ്ട. ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യുക. ആ കൂട്ടത്തിൽ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മന്ത്രം, ഈ ചെറു ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മന്ത്രം മനസ്സ് ജപിച്ചാൽ മതി. അപ്പോഴത് വശമാകും. അങ്ങനെയാണത് വശമായി വരും. ശ്വാസത്തെ ഇങ്ങനെ ജപിച്ചാൽ പെട്ടെന്ന് വശമാകും. വശമായി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ശ്വാസത്തെ ചേർത്ത് ജപിക്കുന്നതിന് മുമ്പേ മനസ്സിലാണ് ജപിക്കുന്നത്, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ. ഇത് നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് കുളിമുറി എന്ന് വേണം ചൊല്ലാം. അതുപോലെ തന്നെ വിളക്കിൻ്റെ മുന്നിൽ എന്ന് ചൊല്ലാം. അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം. കുളി കഴിഞ്ഞ് കുളിമുറി എന്ന് ചെല്ലുവാണെങ്കിൽ പെട്ടെന്ന് ബലം ലഭിക്കും. ഇനി അതല്ല, ചെല്ലുക എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് ചെല്ലുന്നത് കേട്ടോ. ഇനിയും അതല്ല, ഈ വിളക്കിൻ്റെ മുന്നിൽ നിന്നാണ് കൈയും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ഇത് ശ്വാസത്തെ ചേർത്ത് ജപിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ കഥ കടച്ചിട്ട് ഇത് ചെയ്യുക. ഈ കുളിമുറി നിന്ന് ജപിക്കുന്നതും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിൻ്റെ കാര്യം, കുളിമുറി നമ്മൾ നിന്ന് ജപിക്കുന്നത്, ഒന്ന് കുളി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടാകും, അതൊരു ഫലം കിട്ടാനൊരു കാര്യമാണ്. രണ്ട്, കുളിമുറി നമ്മൾ കഥ അടച്ചിട്ടാണ് ജപിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ട്. അത് നമ്മുടെ മനസ്സിനൊരു നിഗൂഢമായ ഒരു മനസ്സടക്കം നൽകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുളിമുറി എന്ന് ജപിക്കാൻ ഫലം പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ചിലർ ചോദിക്കും കക്കൂസും കുളിമുറിയും കൂടെ ഒന്നിച്ചാണ് പറ്റുമോ എന്ന്. ഈ കക്കൂസും കുളിമുറിയും കൂടെ ഒന്നിച്ചുള്ളവർക്ക്, അങ്ങനെ ജപിച്ചവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. വാട്സപ്പിൽ എപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട്, പല കാര്യങ്ങളും സാധിച്ചെടുത്തവരുണ്ട്. അപ്പോൾ അത് അനുഭവമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വേണേൽ കുളിമുറി ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കുളിമുറി ഒന്ന് ജപിക്കുകയാണെങ്കിൽ, ഇനി അങ്ങനെ ഒരു അത് നമുക്കിപ്പം ചിലർക്ക് മനസ്സിനൊരു ശങ്ക കാണും, ടോയ്ലറ്റ് അടുത്തുണ്ട്, അപ്പം ജപിക്കാം. അങ്ങനെ ശങ്കയുണ്ടെന്നുണ്ടെങ്കിൽ കുളിമുറി ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കുളിമുറി എന്ന് ജപിക്കുക. ഇനി അതല്ല, കക്കൂസും കുളിമുറിയും കൂടെ ഒന്നിച്ച് കിടക്കുന്നിടത്തും ഞാൻ ഈ കുളിമുറി പറയുന്ന വിദ്യകൾ ചെയ്തവർക്കൊക്കെ പല കാര്യങ്ങളും അനുഭവം ഉണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. അവർ അത്ര അനുഭവങ്ങൾ പറഞ്ഞത് വാട്സാപ്പിൽ കിടപ്പുണ്ട്, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. അതിൽ എനിക്ക് മനസ്സിൽ തട്ടിയത്. അപ്പോൾ ഇത് അനുഭവമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്താലും ഫലമാണ്. അത് ആ കുളിമുറി എന്ന് ഈറനോടെ ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. പിന്നെ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, 1 രൂപ നാണയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിദ്യ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ 1 രൂപ നാണയം വലത് കൈ പിടിച്ച് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ച് അത്
കാണിക്കയിലിടുക. ഇട്ട് കഴിഞ്ഞ് ശ്രീകോവിലോട്ട് നോക്കണ്ട, തിരിഞ്ഞ് നോക്കാതെ ഒന്നും ചിന്തിക്കാതെ ഒന്നും മിണ്ടാതിരിയാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞു. അപ്പം അത് പലരും ചോദിക്കുന്നുണ്ട്, അത് പ്രസാദം മേടിച്ചിട്ടാണോ ചെയ്യേണ്ടത് എന്നൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവസാനം ചെയ്താൽ മതി. പ്രസാദം എല്ലാം വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. ക്ഷേത്രം വിടുന്നതിന് മുമ്പായിട്ട് ഏറ്റവും അവസാനം ചെയ്താൽ മതി. പ്രസാദം എല്ലാം വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഈ സംശയങ്ങൾ പലത് ചോദിച്ചത് ഓർമ്മ വന്നുകൊണ്ട് അങ്ങ് പറഞ്ഞു തരാം, അല്ലെ പിന്നെ അത് ഓർക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പം ഇത് മനസ്സുകൊണ്ടാണ് ജപിക്കേണ്ടത്, അതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞ് നമ്മൾ കൈയും കാലും മുഖവും കഴുകിയിട്ട് ജപിച്ചാൽ, ഇത് ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാനെ, ശ്രീകൃഷ്ണ സമ്പത്ത് ആവശ്യമെങ്കിൽ എനിക്ക് സമ്പത്ത് നൽകണേ ഭഗവാനെ എന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. കണ്ണടച്ചോ കണ്ണ് തുറന്നോ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ ശ്വാസത്തിൽ ഈ മന്ത്രം ജപിച്ചാൽ മതി. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട. ഇതാണ് അതിൻ്റെ രഹസ്യം. ഞാനീ പറഞ്ഞു തരുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഭഗവാൻ അക്കാര്യം നടത്തി തന്നോളൂ. ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചി മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. കണ്ണ് തുറന്നോ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. ഭഗവാൻ എനിക്ക് സമ്പത്താണ്, സമ്പത്ത് നൽകണേ എന്ന് ഉച്ചിയിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ഒരു തവണ പ്രാർത്ഥിക്കുക. കണ്ണടച്ചോ കണ്ണ് തുറന്നോ പ്രാർത്ഥിക്കുക. അതിനുശേഷം ശ്വാസത്തെ ശ്രദ്ധിച്ച് ഈ മന്ത്രം ശ്വാസത്തോടൊപ്പം മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി. അത് കണ്ണ് തുറന്നോ കണ്ണടച്ചോ ജപിക്കുക. അങ്ങനെ ജപിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ കുളി കഴിഞ്ഞ ശേഷം കൈയും കാലും മുഖവും കഴുകിയിട്ട് ഒരു തവണയോ അല്ലെങ്കിൽ 3 തവണയോ ഇങ്ങനെ മന്ത്രം ജപിക്കുക. അത് വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നടത്തി തരും. ആ വ്യക്തി നോക്കുന്നിടം ആ വ്യക്തിക്ക് വശ്യമായിട്ട് വരും. അത്ഭുതകരമായ കാര്യമാണ്. താളിയോല രഹസ്യ മന്ത്രമാണ്. ആ വ്യക്തി ഒരിടത്ത് നോക്കുകയാണെങ്കിൽ ആ നോക്കുന്ന കാര്യം വ്യക്തിക്ക് വശ്യമാകും എന്നുള്ളതാണ് ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ സമ്പത്തെ ആഗ്രഹിക്കുന്ന എന്തും ഭഗവാൻ നേടിത്തരും. ഭഗവാനെ വിശ്വാസം വേണം, അത്ര തന്നെ. ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം വേണം. സംശയത്തോടുകൂടി ചെയ്ത ഒരു ഫലവും കിട്ടത്തില്ല. വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ. മനസ്സതിൽ വരണം. ഈ ചെയ്യുന്ന വിദ്യയിൽ മനസ്സ് വരണം. എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചെയ്തവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ വീട്ടിൽ ഒരു പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ മേടിക്കണം. ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളൊരു പ്ലേറ്റ് മേടിച്ച്, ചെറിയൊരു പ്ലേറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ആയിരിക്കരുത്. ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിപ്പം അത് കാണിച്ചു തരാൻ പാകത്ത് എടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് കാണിച്ചു തരുന്നില്ല. ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് ആ പ്ലേറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലേറ്റൊന്നും ആയിരിക്കരുത്, ചെറിയ പ്ലേറ്റ് മതി. അല്പം ഭസ്മം ഇടണം. ഈ ഭസ്മം ഇട്ടിട്ട് ഭസ്മത്തെ പച്ചക്കർപ്പൂരം തന്നെ വാങ്ങണം. പച്ചക്കർപ്പൂരത്തിന് അധികം വിലയില്ല, പച്ചമരുന്നുകടയിൽ കിട്ടും, വലിയ വിലയൊന്നുമില്ല. അത് കുറച്ച് വാങ്ങിച്ചാൽ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട്. പച്ചക്കർപ്പൂരം അല്പം ഒടിച്ച് അല്പം മതി. ഈ ഭസ്മത്തിലിട്ടിട്ട് കത്തിക്കണം. കത്തിച്ചിട്ട് ഈ ഭസ്മം തട്ടത്തോടു കൂടിയ ഈ കർപ്പൂരം കത്തിച്ച ഭസ്മം ഭഗവാന്റെ മുന്നിൽ കാണിച്ച് ഈ മന്ത്രം വാ കൊണ്ട് ജപിക്കണം. അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പറയുക, വാ കൊണ്ട് പറയുക. എന്നിട്ട് ഈ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് വാ കൊണ്ട് വാ കൊണ്ട് മന്ത്രം ജപിക്കണം, മനസ്സിലല്ല. കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഇത് ജപിക്കുന്നത് വാ കൊണ്ട് ജപിക്കണം. 3 തവണ ജപിക്കണം. ജപിക്കുന്നതിന് മുമ്പ് മനസ്സിലോ വാ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം ആവശ്യപ്പെടണം. ആവശ്യപ്പെടുമ്പം ഉച്ചയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അപ്പോഴേ ആ കാര്യം നടക്കാൻ അത് കൂടുതൽ ഉപകരിക്കും. അതുകൊണ്ടാണ് ഈ സഹസ്രാരത്തിൽ പ്രപഞ്ചവുമായിട്ട് കൂടുതൽ കണക്ഷനുണ്ട്. അത് ചില രഹസ്യമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ആ കാര്യസാധ്യം ഉണ്ടാകും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു സെക്കൻഡാണേലും ഒരു ചിന്തയില്ലാതെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ധ്യാനിച്ചേക്കണം. അപ്പോഴാണ് അത് പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ആ ചിന്ത ഊർജ്ജമായിട്ട് പോകുന്നത്. അത് ആ പ്രപഞ്ചബോധമായിട്ട് കണക്റ്റ് ആകും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വാ കൊണ്ട് ജപിക്കണം 3 തവണ. എന്നിട്ട് ജപിക്കുമ്പോൾ ഈ തട്ടത്തിൽ ഭസ്മം ഇട്ടിട്ട് അതേ പച്ചക്കർപ്പൂരം കത്തിച്ച് ഭഗവാനെ ഇങ്ങനെ കാണിച്ചാൽ മതി. ഒഴിയൊന്നും വേണ്ട. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇത് രാവിലെ സന്ധ്യയ്ക്കും ചെയ്യുന്ന നല്ലതാണ്. ഈ ഭസ്മം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ മാറ്റാതിരിക്കാം. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. സൗകര്യം പോലെ ചെയ്യുക. ഇപ്പം കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഭസ്മം മാറ്റാം, എന്നും മാറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംശയത്തിൻ്റെ കാര്യമില്ല. ഇപ്പം വലിയ കടലാടി ഞാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തത് വൈകുന്ന പാടാണ് ചെയ്തത്. രാവിലെ ചെയ്യാം, വൈകുന്ന പാട് ചെയ്യാം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ആ വലിയ കടലാടി എന്ന് പറഞ്ഞാൽ കമ്പ. ആ കമ്പിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും കത്തിക്കാം.
പിന്നെ കത്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കെടും, നല്ലതായിട്ട് ഉണങ്ങിയ കമ്പല്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കത്തിച്ചു പുക വന്നു, എന്താണെങ്കിലും പുക വരും. പുക വന്നു കഴിഞ്ഞ് കെട്ടെങ്കിൽ നിങ്ങൾ അടുത്ത മുറിയിൽ കൊണ്ടുപോയി വീണ്ടും കത്തിച്ചിട്ട് ആ മുറിയിലും പുക കാണിക്കുക. പിന്നെയും കെട്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ആ മുറിയിലൊരു പുക കണ്ടാൽ മതി. അടുത്ത മുറിയിൽ കൊണ്ടുപോയി ഒന്നുകൂടെ കത്തിച്ചിട്ട് പുക കാണിക്കുക. അപ്പോഴും കെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്ത മുറിയിൽ കൊണ്ടുപോയി ഒന്ന് കത്തിച്ചിട്ട് പുക കാണിക്കുക. ഓരോ മുറിയിലും ജസ്റ്റ് ഒന്ന് പുക ഒരല്പം പുക കണ്ടാൽ മതി. കെട്ടുപോയാലും ചില കമ്പ് ചിലപ്പം കെട്ടുപോകും, അല്ലാതെ ചിലത് ചിലപ്പം കത്തി നിൽക്കും. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്തു. എല്ലാ മുറിയിലും അല്പം പുക കാണണമെന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ കമ്പ് കെടുത്തി വെക്കാം. ഒരു കമ്പ് എത്ര ദിവസം വേണമെങ്കിലും കത്തിക്കാം. ഇതിനകത്തൊക്കെ നിങ്ങൾ യുക്തിയും കൂടെ പ്രയോഗിക്കുക. എല്ലാം സംശയമായിട്ട് ചോദിക്കരുത്. അവനവൻ്റെ യുക്തിക്ക് കൂടെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം സംശയിക്കുന്നവർക്കൊന്നും ശരിയാകത്തില്ല. നമുക്കൊരു പ്രായോഗിക ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്, അതിനനുസരിച്ചൊക്കെ ചെയ്യുക, അത് ശരിയായിരിക്കും കേട്ടോ. എല്ലാത്തിനും തൊട്ടതിനും പഠിച്ചതിനും എല്ലാം സംശയം ചോദിക്കരുത്. ആ സംശയം അങ്ങനെ ചോദിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ അവർക്കൊരു കാര്യം, അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ശരിയാകത്തത്. അങ്ങനെ സംശയിക്കരുത്. നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് പ്രായോഗികമായിട്ട് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട്, അത് ചിന്തിച്ച് അങ്ങ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം സംശയം ഉണ്ടാകരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെ സംശയം എന്നോട് ചോദിച്ചാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ല. പിന്നെ ഈ ചിട്ടിയുടെ ഒരു കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുത്തെന്ന് കരുതി എനിക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യരുത്. ചിട്ടി ഈ സമയത്ത് തുടങ്ങാവോ, അല്ലെ അത് ചെയ്യാം ഇത് ചെയ്യാവോ എന്ന് പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്, ആ മാസങ്ങളുടെ. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പം ഇത് മനസ്സിലായല്ലോ, ഈ സമ്മോഹന മന്ത്രത്തിൻ്റെ മനസ്സിലായല്ലോ. ഇത് ദിവസം ചെയ്തോളുക. ഇത് ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം. ഭഗവാന്റെ അപൂർവമായ അനുഗ്രഹം ഉണ്ടാകും, വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാകും, അപാരമായ വൈശ്യമുണ്ടാകും. ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഈ ഏതൊരു മാസത്തിലാണേലും ജനിച്ചു കഴിഞ്ഞാൽ ആ മാസത്തിൻ്റെ മൂന്നാമത്തെ മാസം, 7-ാമത്തെ മാസം, 9-ാമത്തെ മാസം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള ചില മാസങ്ങളാണ്. പിന്നെ അവനവൻ ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും ഗ്രഹനിലയും കൈരേഖയും ഒക്കെ അനുസരിച്ച് മാറ്റം വരും. പക്ഷെ പൊതുവായിട്ട് സാമാന്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്, സാധാരണ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള ചില സമയങ്ങളാണ്. മനസ്സിലായല്ലോ. ആ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഏപ്രിൽ മാസം ജനിച്ച ആൾക്ക് ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ജൂലൈയിലാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 7-ാം മാസം, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം പിടികിട്ടിയല്ലോ. നിങ്ങൾക്കത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അതൊരു സാമാന്യമായ ഫലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്കത് ഗുണമെന്ന് തോന്നുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ വിട്ടുകളയുക. കാരണം ഇത് പലർക്കും അനുഭവമായ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ പോകണം, പരിഹാരം ചെയ്യണം. എങ്കിൽ മാത്രമേ അടിസ്ഥാനപരമായ ജീവിതം മാറത്തുള്ളൂ. അപ്പോൾ അത് ജനിച്ച സമയം അനുസരിച്ച്, ഗ്രഹനില അനുസരിച്ച്, കൈരേഖ അനുസരിച്ച് അതിനുള്ള പരിഹാരങ്ങൾ വെച്ചാൽ നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് വെച്ചാൽ പകുതി ഈശ്വരാധീനമുണ്ട്, പകുതി നമ്മുടെ എഫേർട്ട് വേണം. നമ്മുടെ എഫേർട്ട് പകുതി എന്ന് പറഞ്ഞാൽ നമ്മളത് ഫുൾ എഫേർട്ട് കൊടുക്കണം. അപ്പോഴാണ് ജീവിതം മാറുന്നത് കേട്ടോ. അപ്പോൾ ഇനി മാസങ്ങളുടെ മറ്റു ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ മാസങ്ങളുടെ ഒരു രഹസ്യം മനസ്സിലായല്ലോ. ഇനിയും ഏപ്രിൽ മാസം ജനിച്ചവർക്ക് അക്കൗണ്ടിങ് ഫീൽഡ് നല്ലതാണ്. ഫാർമസി, മെഡിക്കൽ സ്റ്റോർ, ഫാർമസി, മെഡിസിൻ, പിന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. കമ്പ്യൂട്ടർ ടെക്നിക്കൽ മേഖലകൾ നല്ലതാണ്. ഇവർ കൂട്ടുകെട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. വൈറസ് സംബന്ധമായിട്ടൊക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കൂട്ടുകെട്ടുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പയ്യൻ എവിടെയോ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി പൈസ കൊടുത്ത് അവൻ്റെ അമ്മ എന്നെ കണ്ടു. അപ്പോൾ അതിൻ്റെ അമ്മ എന്നെ കണ്ട് പൈസ കൊടുത്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ പോകാൻ സാധ്യത ഉണ്ട്, നിങ്ങൾ ആ പൈസ തിരിച്ച് മേടിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, അവർ ഉറപ്പായിട്ടും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ആ പയ്യൻ്റെ ഗ്രഹനിലയെല്ലാം പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്, ഇത് ആവശ്യമില്ലാത്തൊരു ഇടപാടായിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടായിരുന്നു. ഇവർ പാവങ്ങളാണ്. അപ്പോൾ അവരോട് സംസാരിച്ച് പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര കറക്റ്റായിട്ട് അത് വന്നു. ഞാൻ പറഞ്ഞു പൈസ തിരിച്ച് മേടിക്കുമ്പോൾ എത്രയും വേഗം മേടിക്കാൻ ശ്രമിക്കുക. അത് പോയാലും അത് ശരിയാകണമെന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, എന്നോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ അവരത് ഇഷ്ടം പോലെ തീരുമാനിക്കും. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇപ്പോൾ എന്നോട് വാട്സപ്പിൽ എല്ലാവരും മെസ്സേജ് ചെയ്ത് ചോദിക്കരുത്,
അവിടെ പൈസ കൊടുക്കാമോ അല്ലെ വിദേശത്ത് പോകുന്നതിന് പൈസ കൊടുക്കാമെന്നും ചോദിക്കരുത്. കാരണം അങ്ങനെ പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അത് പരിശോധിച്ചിട്ട് അങ്ങനെ എനിക്ക് പറയാനൊന്നും സമയമില്ല, ചോദിക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മളത് മുതലെടുക്കരുത്. അങ്ങനെ മെസ്സേജുകൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം എത്രയോ മെസ്സേജുകളാണ് വരുന്നത്. 6000-ഓളം ഈ ഇമേജുകളാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് പലപ്പോഴും, കൈരേഖയുടെ അതുപോലെ ഗ്രഹനിലയുടെ. അപ്പോൾ അതുപോലെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ്. എനിക്ക് എല്ലാവർക്കും മെസ്സേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓരോ കാര്യം പറയുമ്പോൾ അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് മെസ്സേജുകൾ കഴിവതും ആവശ്യമില്ലാതെ മെസ്സേജുകൾ ചെയ്യരുത്. കാരണം നാളെ ഒരിക്കൽ നിങ്ങൾക്കൊന്ന് നോക്കണമെങ്കിൽ പോലും ചുമ്മാ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വാട്സപ്പെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കത്തില്ല. ഇതിനൊരു ആവശ്യത്തിന് പോലും ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരുന്നില്ല. അതുകൊണ്ട് പറയുന്നത് മനസ്സിലാക്കുക. ന്യായമായ കാര്യത്തിന് മെസ്സേജ് ചെയ്ത് നാളെ ഒരിക്കൽ ചിലപ്പോൾ നോക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് നോക്കി നല്ല കാര്യം പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ട് നല്ല രീതിയിൽ പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ. ഇനിയും ജൂൺ മാസത്തിൽ ജനിച്ചവർക്ക് വലിയ കമ്പനികൾ, ടെക്നിക്കൽ മേഖലകൾ, അതുപോലെ ഷെയർ ട്രേഡിങ്, അതുപോലെ ബിടെക് എൻജിനീയറിങ് അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, അങ്ങനെയുള്ള ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, അങ്ങനെയുള്ള ഡിസൈനിങ്ങുകൾ, പിന്നെ ടെക്നിക്കൽ മേഖലകൾ, എൻജിനീയറിംഗ് മേഖലകൾ, ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ, ടീച്ചിങ് മേഖലകൾ, ബാങ്ക് സംബന്ധമായ മേഖലകൾ, ഫിനാൻസ് അഡ്വൈസർ, മികച്ച ഫിനാൻസ് അഡ്വൈസർ, ഇങ്ങനെയുള്ള മേഖലകളുമൊക്കെ നല്ലത് തന്നെയാണ് ഈ ജൂൺ മാസത്തിൽ ജനിക്കുന്നവർക്ക്. പിന്നെ ചിലർക്ക് രാഷ്ട്രീയവും നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം, സിനിമ, അഭിനയം ഇങ്ങനെയുള്ള മേഖലകളും ചിലർക്ക് ഗുണം ചെയ്യുന്നതാണ്. ജൂൺ മാസം എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജൂൺ മാസത്തിൽ ജനിക്കുന്നവർ വലിയ ഉയരങ്ങളിലെത്താൻ കഴിവുള്ളവരാണ് പലരും. പിന്നെ അവർ ജനിച്ച സമയവും ഗ്രഹസ്ഥിതിയൊക്കെ അനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരാം. മുൻജന്മ കർമ്മദോഷമൊക്കെ അനുസരിച്ച്, കർമ്മങ്ങളും അനുസരിച്ചും പൊതുവെ അതിന് കഴിവുള്ളവർ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂൺ മാസത്തിൽ വളരെ ഹൈറ്റ്സിലെത്താൻ, വളരെ ഉയരങ്ങളിലെത്താൻ, വളരെ ഉയർന്ന കമ്പനികളിൽ എത്താൻ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ജൂൺ മാസം ജനിക്കുന്നവർ ചില പ്രത്യേകതയായിട്ടും ഒരു സാമാന്യമായിട്ടും പൊതുഫലമായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യമാണത്. ഇനിയും ഈ നേഴ്സിംഗ് ഫീൽഡിൽ പോകാൻ എനിക്ക് അനുഭവത്തിൽ മനസ്സിലായ കാര്യമാണ്. നേഴ്സിംഗ് ഫീൽഡിൽ പോകാൻ ഇപ്പം ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്നവർ, ജൂൺ മാസത്തിൽ ജനിക്കുന്നവർ, ജനുവരി മാസത്തിൽ ജനിക്കുന്നവർ, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെ ജനിക്കുന്ന പെൺകുട്ടികളായിക്കോട്ടെ, നേഴ്സിംഗ് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം, പണ്ടൊരിക്കലൊരു പെൺകുട്ടി ഇവിടെ അമ്മയായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നേഴ്സിംഗ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞവർ നിങ്ങളതിന് പോകണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. കുട്ടിയുടെ ഇഷ്ടമാണ് നോക്കിയിട്ട് തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം വൈദ്യം കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചതും പാലെന്ന നിലയിൽ ഞാൻ പറഞ്ഞത് തന്നെ ആ കുട്ടിയും പറഞ്ഞു എനിക്ക് നേഴ്സിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏതായാലും ഞാനൊരു സജഷൻ വെച്ചതേ ഉള്ളൂ. പിന്നെ കുട്ടിയുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞു. ആരുടെയും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടത്തില്ല, അതൊക്കെ അവരോട് സ്വാതന്ത്ര്യം. നമ്മളോട് ചോദിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ കുട്ടി നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞ് ആദ്യം സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞ് അവിടെ കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വഴിപാടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ വരും ചോദിക്കും, വഴിപാട് പറഞ്ഞു കൊടുക്കും വീട്ടിൽ നിന്ന്. അപ്പോൾ അവരതൊക്കെ ചെയ്തു. പിന്നെ കുവൈറ്റിലോട്ടാണ്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ അനക്കമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് വന്നു. അതിന് അയർലൻഡിലേക്ക് പോകുന്നത് ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കുറേ തടസ്സമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നതല്ല. എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ഞാനതിന് ചില കാര്യങ്ങൾ എനിക്കറിയാം, നല്ല വഴിപാടുകൾ പറഞ്ഞു കൊടുത്തു. അത് അയർലൻഡിൽ പോയി. അതിന് ഞാൻ അറിയുന്നതായിട്ട് 2 ലക്ഷം രൂപയുടെ ശമ്പളം ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. അതേസമയം ആ കുട്ടി ഒരു വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒരു കടയിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ ഇരുന്നെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടത്തില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മളുടെ തലവര. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ, സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ടോ, കൂട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളെടുക്കുന്ന തീരുമാനം. പിന്നെ അഭിപ്രായം ചോദിച്ചാൽ നല്ല രീതിയിൽ അഡ്വൈസ് തരുന്നവരുടെ അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുന്നതും കൂടെ മുഖവിലേക്ക് എടുക്കുന്നല്ല. ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞു, പക്ഷേ അതിനത് ഇഷ്ടമായതുകൊണ്ടാണ് അത് പോയത്. അപ്പം ഞാനതൊരു ഓർമ്മയിൽ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ജനുവരി മാസം ജനിച്ചവരെ, ഒക്ടോബർ ജനിച്ചവരെ, അതുപോലെ ജൂൺ, ഏപ്രിൽ, മാർച്ച് ഈ മാസങ്ങളിലൊക്കെ ജനിച്ചവർക്ക് നഴ്സിംഗ്, മെഡിസിൻ, അതുപോലെയുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട ഫീൽഡുകളൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ ഈ
ജനുവരി ജനിച്ചവർക്ക് നല്ല മറ്റൊരു ഇതാണ് ജേർണലിസം, മീഡിയ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ പുലിയാകാൻ പറ്റും. പുലി എന്ന് വെച്ചാൽ അതിലേറ്റവും ഒരു നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിലേറ്റവും മിടുക്കനായ വമ്പന്മാരാകാൻ പറ്റും. ഏറ്റവും ഒരു നല്ല ഒരു രീതിയിൽ ജേർണലിസം താല്പര്യമുള്ളവർ. അപ്പോൾ ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് കൂടുതൽ ഒരു ജനുവരി മാസത്തിൽ നല്ല ജനുവരി, ജൂൺ, മാർച്ച് ഈ മാസങ്ങളിലൊക്കെ ജേർണലിസം എന്നുവെച്ചാൽ ഈ മാസത്തിൽ ജനിച്ചവർ മാത്രമേ ജേർണലിസം ചെയ്യുന്നുള്ളൂ എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഈ മാസം ജനിച്ചവർക്ക് അതിനുള്ള കൂടുതലൊരു ഔട്ട്പുട്ട് കിട്ടും. അവർക്ക് നല്ല രീതിയിൽ ആ പെർഫോമൻസ് കാഴ്ചവെക്കാനൊരു കഴിവ് കാണുമെന്നുള്ളതാണ്. അതുപോലെ ഈ മാർച്ച്, ജൂണ്, ജനുവരി ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിനൊക്കെയുള്ള പ്രത്യേക മികവ് ഉണ്ട്. പിന്നെ ഈ മാർച്ച്, മെയ് ഈ മാസങ്ങളിൽ ജനിച്ചവർ പ്രധാനമായിട്ടും മാർച്ച്, മെയ്, ഡിസംബർ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. എന്ന് വെച്ച് പ്രത്യേകിച്ച് മെയ് പകുതി മുതൽ മെയ് ഒരു 15 ശേഷമുള്ള, പിന്നെ മാർച്ച് ഒരു ആദ്യ പകുതി അല്ലെങ്കിൽ മാർച്ച് ഒരു ആദ്യ പകുതി അല്ലെങ്കിൽ മാർച്ച്, മെയ് മുഴുവനും അല്ലെങ്കിൽ ഒരു 15 ശേഷം ജനിക്കുന്നവർ, പിന്നെ ഡിസംബർ ഏകദേശം മുഴുവനും. ഈ വാഹന സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതല്ലതാണ് കേട്ടോ. ശ്രദ്ധിക്കണം ഏതൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നല്ല പറയും, ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അത് മെയ് മാസം മുഴുവനും എടുക്കാൻ വേണമെങ്കിൽ, അതുപോലെ മാർച്ച് മുഴുവൻ എടുക്കാം, ഡിസംബർ മുഴുവൻ എടുക്കാം. ശ്രദ്ധിക്കുന്നതാണ് എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നോ അപകടങ്ങൾ ഉണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞ്, ശ്രദ്ധിക്കുന്നതുകൊണ്ട് പല ആപത്തുകൾ ഒഴിവാക്കാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്നൊന്നുമല്ല, ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ. അത് നന്നായിരിക്കും. ഞാൻ അത്രയാണ് ഉദ്ദേശിച്ചത്. ഇനി ടീച്ചിങ് മേഖലയ്ക്ക് ഇപ്പം ജൂലൈ മാസം ജനിച്ചവർ ബെസ്റ്റായിട്ട് ഒരു ടീച്ചിങ് എബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ളതാണ്. എല്ലാവരുടെയും കാര്യമല്ല, പൊതുവായിട്ട് പറയുന്നതാണ്. അവരവർ ജനിച്ച സമയവും ആ ഗ്രഹനിലയും കൈരയും ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഞാൻ പൊതുവായിട്ടൊരു സാമാന്യമായിട്ടൊരു സാധ്യത വൈഡ് അനാലിസിസ് പറയുന്നതേ ഉള്ളൂ. അപ്പം ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം, ജൂൺ മാസം, നവംബർ മാസം ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ടീച്ചിങ്, മാർച്ചും വരും, ടീച്ചിങ് എബിലിറ്റി വളരെ നല്ലതായിട്ടുണ്ട്. അതുപോലെ ജേർണലിസം അതുപോലുള്ള മേഖലകളും നല്ലതാണ്. അതുപോലെ അഡ്വക്കേറ്റ് അതുപോലുള്ള മേഖലകൾ നല്ലതാണ്. ഈ ഫെബ്രുവരി, ജൂൺ ജനിച്ചവർക്കും അഡ്വക്കേറ്റ് മേഖലകൾ നല്ലതാണ്. അതുപോലെ ഈ പറഞ്ഞ മാസങ്ങളിൽ ജൂൺ, ജൂലൈ, നവംബർ ഈ മാസങ്ങളിൽ ജനിച്ചവർക്കും അഡ്വക്കേറ്റ് അതുപോലുള്ള മേഖലകൾ നല്ലതാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മാസത്തിൻ്റെ അനുസരിച്ച് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കുന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പം അഡ്വക്കേറ്റുമാരെല്ലാം ഈ മാസങ്ങളിൽ ജനിച്ചവരെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ മാസങ്ങളിൽ ജനിച്ചവർക്ക് ചില പ്രത്യേക കഴിവുകൾ ചിലർക്കെങ്കിലും ഉണ്ടാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ചില മാസങ്ങളുടെ, ഇപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങളിലേ പറഞ്ഞുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഒരവസരം ഉണ്ടാകുമ്പോൾ ബാക്കി കുറച്ച് മാസങ്ങളിലൂടെ പറയാം. ഇപ്പോൾ പെട്ടെന്ന് ഒരു ശ്രദ്ധയിൽപ്പെട്ട അല്ല മനസ്സിൽ തോന്നിയ കുറച്ച് മാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ വേറെ എപ്പോഴെങ്കിലും കുറച്ച് മാസങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞത്. ഇതൊക്കെ മാസങ്ങളെക്കുറിച്ചും ചില രഹസ്യങ്ങളുണ്ട്, അതൊക്കെ അറിയുന്നതുകൊണ്ട് വളരെ ഗുണമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഏത് മാസം ജനിച്ചാലും ആ മാസം തൊട്ട് എണ്ണണം. ഇപ്പോൾ ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ മൂന്നാമത്തെ മാസം നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്താം. അപ്പോൾ 3 പിന്നെ 7. ഇപ്പോൾ ഏപ്രിലാകുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 7ാമത്തെ മാസം, നവംബർ, ഡിസംബർ 9ാമത്തെ മാസം. ഇത് ഏത് മാസം ജനിച്ചാലും അതിൻ്റെ 3, 7, 9 ഈ മാസങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. പിന്നെ നമ്മളൂടെ ശ്രമിക്കണം, നമ്മളതിൽ കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ പരിശ്രമിക്കണം, ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് വെച്ചാൽ ചുമ്മാ ഇരുന്നാൽ ഒന്നും പ്രയോജനപ്പെടത്തില്ല. അത് അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ അതിനൊരു എഫേർട്ട് കൂടെ കൊടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മാസങ്ങളുടെ ചില രഹസ്യങ്ങൾ. അതുപോലെ ഈ ഓഗസ്റ്റ് മാസം
അതുപോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ ജനിച്ചവർ ജലസംബന്ധമായിട്ടുള്ള വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു, അല്ലെ ബോട്ടിങ് നടത്തുന്നു, ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ, അല്ലെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു, കൂടുതൽ ഒരു ശ്രദ്ധ കൂടുതൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്, ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് കേട്ടോ. നന്നായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ആപത്തുകൾ ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ. പിന്നെ ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ അവരിപ്പോൾ ഒരു വർക്ക് ചെയ്തെന്ന് വിചാരിച്ചു, അവരെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ച് അവർ ആ വർക്ക് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ റീചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൽ തെറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഏപ്രിൽ മാസം ജനിച്ചവർ ഒരു വർക്ക് ചെയ്താലും അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1-2 പ്രാവശ്യം റീചെക്ക് ചെയ്യണം. ഇത് ഇപ്പോൾ അവർക്ക് അങ്ങനെ റീചെക്ക് ചെയ്താൽ അത് വളരെ അവർക്ക് ഗുണം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ പല മിസ്റ്റേക്കുകൾ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഇവർ പിന്നീട് അനുഭവിക്കേണ്ടി വരാം. അങ്ങനെയുള്ള മാസമാണ് ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്. ഈ 3 മാസങ്ങളിൽ ജനിച്ചവർ, ഡിസംബർ, ഈ 4 മാസങ്ങളിൽ ജനിച്ചവർ അവർ ചെയ്ത വർക്ക് ഫിനിഷ് ചെയ്താൽ പോലും ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യാൻ നല്ലതാണ്. അല്ലെങ്കിൽ കുറ്റങ്ങൾ പിന്നീടത് മനസ്സിലാക്കിയാൽ നമുക്കതിന് പല നഷ്ടങ്ങളും ഉണ്ടാകാം. ഒന്ന് റീചെക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും. ഇതൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നിയ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിനുള്ള സാധ്യത നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തവർ തള്ളിക്കളയാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. എല്ലാവർക്കും അതിനുള്ള ന്യായമായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ പഠിച്ച് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. ഇനി നിങ്ങൾക്കത് പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയുക. പക്ഷേ ഇതെല്ലാം ശരിയായിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. അത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ആ ശിവപാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും വരം ശിവോഹം. ഓം ശിവായ നമ യനവ ശിമ മവയന ശിയന മവ വശിമയന. ഓം ശിവായ നമ യനവ ശിമ മവയന ശിയന മവ വശിമയന. ഓം ജഗത് സർവം ശിവോഹം, ചിദാനന്ദരൂപം ശിവോഹം, ശിവശിവ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം, ശിവശിവ.